ബഹ്റൈനിൽ വിപണിയിലെ ചൂഷണം തടയാൻ പ്രത്യേക പദ്ധതിയുമായി വ്യവസായ വാണിജ്യ മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ സെന്ററും വിപണികളിലെ നിലവാരം നിരീക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കും. സംഘർഷ സാഹചര്യങ്ങളിൽ വിപണികളിൽ അമിതവില ഈടാക്കുന്നതും ചരക്ക് നീക്കത്തിലെ തടസ്സങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രത്യേക ഇടപെടൽ. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ഉടനടി നടപടി സ്വീകരിക്കാൻ പ്രത്യേക കൺട്രോൾ റൂമിന്റെ പ്രവർത്തനത്തിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓപ്പറേഷൻ സെന്ററും വിപണികളിലെ വിലനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കും. ചരക്കുകളുടെ ക്ലിയറൻസ്, അവശ്യസാധനങ്ങളുടെ വരവ് എന്നിവയും സെന്റർ ഉറപ്പാക്കുന്നുണ്ട്. ഇതിനു പുറമെ അവശ്യസാധന വിതരണക്കാരുമായുള്ള ഏകോപനം ഉറപ്പാക്കാൻ പ്രത്യേക ലെയ്സൺ ഓഫീസറെയും നിയമിച്ചിട്ടുണ്ട്. അടിസ്ഥാന ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ സ്വകാര്യ മേഖലയിലെ വിതരണക്കാരുമായി ചേർന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. അമിതവില ഈടാക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധനയും മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. ഫെബ്രുവരി 28 മുതൽ കഴിഞ്ഞ മാസം 28 വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 1231 പരിശോധനകളാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തിയത്. മനാമ, ഹിത്, ദിയാർ, അൽ മുഹറഖ്, ഈസ്റ്റ് റിഫ, ഈസാട്ടൺ എന്നിവിടങ്ങളിലെ 102 വ്യാപാര സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷൻ ഡയറക്ടറേറ്റ് ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പരിശോധന. ഭക്ഷണ സാധനങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട 80 നിയമലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി. 732 പൊതു നിയമലംഘനങ്ങൾ അപ്പോൾ തന്നെ തിരുത്തിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഇലക്ട്രോണിക് ഉൽപ്പന്നത്തിന് അമിതവില ഈടാക്കിയ ഒരു സ്ഥാപനവും അടച്ചുപൂട്ടി. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം അറിയിക്കണമെന്ന് പൊതുജനങ്ങളോടും വ്യവസായ വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ബഹ്റൈൻ.